പല മോഡലിലാണ് കിളിയുടെ വിളി. അതെ അതെ. കിളിയുടെ ശബ്ദം കേട്ടിട്ട് ഒബ്സർവ് ചെയ്തിട്ടായിരിക്കാം ആ വെറൈറ്റി ഡിഫറൻ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഇപ്പോഴും ഈ മഴ ഇഷ്ടമുള്ള കാര്യമാണ്. ആഷാഢം പാടുമ്പോൾ ആത്മാവിൻ രാഗങ്ങൾ അതങ്ങനെ ചെറുതായിട്ട് പെയ്യുമ്പോൾ ഒരു ആസ്വാദനം വേറെ, അത് കുറച്ച് വലുതാകുമ്പോഴത്തേക്കുള്ള വേറെ. അരയന്നമേ ആരോമലെ സാറിന് ഇഷ്ടപ്പെട്ട ഒരു കോമ്പോസിഷൻ ആണ്. അത് ഇതേപോലെ തന്നെ മഴ പോലെ തന്നെയാണ്. അതിലൊരു കയറ്റവും പിന്നെ ഒരു ഇറക്കവും ഒക്കെ ഉണ്ട്. ശ്രീകുട്ടനെ എപ്പോഴും പറയാറുണ്ട്, ശ്രീകുട്ടൻ പറഞ്ഞ ഫാസ്റ്റ് സോങ് ആണ് കൂടുതലും കുട്ടൻ പാടിയിട്ടുള്ളത് അല്ലേ. രവിയേട്ടൻ്റെ മാഷിൻ്റെത് രാമായണക്കാറ്റ ആണെങ്കിലും ബാബാ മനോരഞ്ജനാണെങ്കിലും അതൊക്കെ ശരി. ശ്രീകുമാരൻ തന്നെ പാടണം. ശ്രീകുമാരൻ പാടിയപ്പോഴാണ് ബെറ്റർ ആയത്. അതെ അതെ അതെ. വോയിസിന് കറക്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള. കാരണം ലാലേട്ടൻ ചെയ്യുന്നത് പോലെ ആ തബല വീണിട്ട് രണ്ടാമത് പോകുന്നില്ലേ. നമ്മൾ സാധാരണക്കാര് ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ക്ലാസിക്കൽ സാധനങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഭയങ്കര രസമുള്ള ഒരു പാട്ടാണ്. മംഗല്യ മന്ത്രങ്ങൾ മൂളുന്നു. നല്ല രസമാണ്, നല്ല രസമാണ് പാട്ടാ. ആ വയലിന്റെ ഒരു പീസ് ഉണ്ട്. അതായത് നമുക്ക് എന്തൊക്കെ വേദന അതിനകത്തുണ്ടോ ആ സാധനം എല്ലാം അതിനകത്തുണ്ട്. ഇങ്ങനെ ഇളകി മറിഞ്ഞു ഇവരുടെ പാട്ടിന് ഗംഗ ഒഴുകാണോ ഇല്ല ഗംഗയ്ക്ക് ഒരു പാട്ട് ചെയ്താണോ അറിയില്ല, അതേപോലെയാണ്. കാണാത്ത ആളിന് എങ്ങനെ സങ്കല്പിക്കാൻ പറ്റുമോ? ഇത് ഈ ഭാഗത്ത് നോർത്തിലോട്ടൊന്നും വന്നിട്ടേ ഇല്ല, കണ്ടിട്ടുമില്ല. ചുള ചെയ്യുമ്പോ ഞാൻ ജനിച്ചു, എന്റെ ഒരു ഭാഗ്യമാണ്. എന്റെ ഇളയ മോന്റെ പ്രായം, എന്റെ ഇളയ 78. ചേട്ടൻ്റെ വീട്ടിൽ നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയായിരുന്നു. തുടക്കകാലത്തുള്ള പാട്ടുകളെല്ലാം അവർ തങ്ങൾ വന്നിട്ടുള്ള നല്ല പാട്ടുകളായിരുന്നു. അതിൽ തന്നെ ഒറ്റക്കമ്പിനാഥമാണെങ്കിലും സുന്ദരി സുന്ദരി പോലെയുള്ള വേറൊരു ജോണറിലെ പാട്ടും പുള്ളിയുടെ കയ്യിൽ സുരക്ഷിതമാണ്.